യൂസിങ് ഇൻ്റഗ്രേഷൻ ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ സർക്കിൾ. ഓക്കെ, ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതൊരു സർക്കിളിൻ്റെ ഇക്വേഷനാണ്. ആൻഡ് ഐ ഹോപ്പ് യു ആർ ഓൾറെഡി അവെയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു സർക്കിളിൻ്റെ ഇക്വേഷനാണ്. നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ ചെറുപ്പത്തിലല്ല പ്ലസ് വണ്ണിൽ? ഓക്കെ ആണോ? സോ ഇത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ ലൈൻ യു ഹാവ് അനദർ ലൈൻ ഓൾസോ, യു ഹാവ് ദ വൈ ആക്സിസ് ഓൾസോ ആൻഡ് ലൈൻ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് ഓൾസോ. അപ്പോൾ നിങ്ങൾ എന്ത് മാത്രം കൺസിഡർ ചെയ്താൽ മതി? നമ്മളിവിടെ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി എന്ന് ക്വസ്റ്റനിൽ പറയുന്നുണ്ട്. ഓക്കെ ആണോ? ഐ ഹോപ്പ് ദാറ്റ് മച്ച് ഇസ് ക്ലിയർ. സോ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ ആണോ? ഇനി നമ്മളോട് സർക്കിൾ എന്നാണ് ഷേപ്പ് പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റ്സ് ടേക്ക് സർക്കിൾ ഓൾസോ. ഓക്കെ, സർക്കിൾ എടുക്കുന്നുണ്ട്. ബട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം മതി എന്നാണ്. സോ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എന്ത് മാത്രമേ വരുള്ളൂ? സർക്കിളിൻ്റെ 1/4 ഭാഗം മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് ലൈനിൻ്റെ കഥയാണ്. ലൈനിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് വിൽ ബി യുവർ റിക്വയർഡ് ലൈൻ y is equal to x. കറക്റ്റ് സർക്കിളിൻ്റെ കട്ട് ചെയ്തിട്ടായിരിക്കും പോവുക. കാരണം ഇതല്ലേ y is equal to x അല്ലേ, അപ്പോൾ ഈക്വൽ ലൈൻസ് അല്ലേ. ആൻഡ് ഓക്കെ, ഈ ഒരു സർക്കിളിൻ്റെ സെൻറ്റർ എവിടെ വരിക? ഒറിജിനിലാണ് വരിക. ഒന്നും പറഞ്ഞിട്ടില്ല. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഇസ് എ സർക്കിൾ ദാറ്റ് ഈസ് സെൻറ്റർഡ് ഇൻ ഒറിജിൻ വിത്ത് റേഡിയസ് ആർ. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ ആർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? 4 സ്ക്വയർ ആണ്. അപ്പോൾ നിങ്ങളുടെ റേഡിയസ് എത്ര വരിക? റേഡിയസ് ആ 4 ആണ് വരിക. സോ ഐ ഹോപ്പ് ദാറ്റ് മച്ച് ഇസ് ക്ലിയർ. അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ശരി, നിങ്ങളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ബൗണ്ടഡ് ബൈ ദ സർക്കിൾ. അപ്പോൾ സർക്കിൾ കിട്ടി. ലൈൻ y is equal to x ആൻഡ് y ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാ റീജിയൻ? y ആക്സിസും കൂടി ഉൾപ്പെടുന്ന റീജിയൻ ഏതാ? ദിസ് ഈസ് യുവർ റിക്വയർഡ് റീജിയൻ. ഓക്കെ ആണോ? ഈ ഒരു റീജിയൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ് ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്യാതെ. എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞു ദിസ് ഈസ് ആക്ച്വലി 1/4 ഓഫ് എ സർക്കിൾ. ഒരു ഡൗട്ടില്ലല്ലോ? ഇതൊരു സർക്കിളിൻ്റെ 1/4 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡൗട്ടില്ലല്ലോ? സർക്കിളിൻ്റെ ഏരിയ എത്രയാടാ? πr². അപ്പോൾ സർക്കിളിൻ്റെ 1/4 ഏരിയ എത്രയായിരിക്കും? 1/4. ഈ മുഴുവൻ ഫസ്റ്റ് ക്വാഡ്രന്റിൽ കിടക്കുന്നത് മൊത്തം സർക്കിളിൻ്റെ 1/4. ആ ഫസ്റ്റ് ക്വാഡ്രന്റിൽ കിടക്കുന്ന സർക്കിളിൻ്റെ 1/4 y is equal to x എന്ന് പറയുന്നതിന് വീണ്ടും ഈക്വലി പകുതിയാക്കാണ്. സോ ആക്ച്വലി എന്തായി? ഇതിൻ്റെ ഈ 1/4 ഏരിയയുടെ പകുതിയാണ് ആക്ച്വലി ഷെയ്ഡ് റീജിയൻ. സോ ഇതാണ് ആക്ച്വലി നിങ്ങൾക്ക് വേണ്ട ആൻസർ. ഡയറക്റ്റ്ലി ഗിവൺ ആണ്. സോ നിങ്ങൾ ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പൈ ഇൻറ്റു റേഡിയസ് നമ്മൾ കണ്ടുപിടിച്ചു 4 ആണ്. അപ്പോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 8. 2π ആണ് നിങ്ങളുടെ ആൻസർ. ആൻഡ് ഇഫ് ദിസ് ക്വസ്റ്റൻ അറൈസസ് ഇൻ എൻ MCQ, നിങ്ങൾ ഇൻ്റഗ്രേഷൻ വഴി ചെയ്ത് നിങ്ങൾക്ക് അടി. യു നീഡ് ടു ഡു ഇറ്റ് പ്രോപ്പർലി ജസ്റ്റ് ലൈക്ക് ദിസ്. ഇൻ്റഗ്രേഷൻ ഒന്നും ആവശ്യമില്ല. യു കൻ ഡയറക്ട്ലി ഫൈൻഡ് ഇറ്റ് ഔട്ട് ലോജിക്കലി. സോ 2π ആണ് നിങ്ങളുടെ ആൻസർ. ബട്ട് വി കനോട്ട് ഡു ദിസ് ഹിയർ ബിക്കോസ് ഇവിടെ നമ്മളോട് പ്രോപ്പർലി ഇൻ്റഗ്രേഷൻ വഴിയാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ് ലോങ് ആൻസർ ഒക്കെ ആണെങ്കിൽ നമുക്ക് വേറെ മാർഗ്ഗത്തിൽ ഇൻ്റഗ്രേഷൻ വഴി ചെയ്യാൻ പറ്റുള്ളൂ. സോ ലെറ്റ്സ് തിങ്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സെൻറ്റർ ഒറിജിനലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പോയിന്റ് നമ്മൾ ഈ കോർണർ പോയിന്റുകളും അതുപോലെ ഇൻ്റർസെക്ഷൻ പോയിന്റുകളൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുമെന്നറിയാം. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. കാരണം y ആക്സിസ് ആയതുകൊണ്ട് x ആക്സിസിൻ്റെ വാല്യൂ 0, പിന്നെ റേഡിയസ് 4 അല്ലേ, അപ്പോൾ ഇത് എന്തായാലും 0,4 ആയിരിക്കുള്ളൂ. അതുപോലെ ഇത് x ആക്സിസിലാണ് കിടക്കണേ. സോ y ആക്സിസിൻ്റെ വാല്യൂ 0. ഈ ഒരു പോയിന്റ് y is equal to x ആണ് കിടക്കുന്നത്. റേഡിയസ് എന്താണ്? 4 ആണ്. അപ്പോൾ y is equal to x കിടക്കണം, റേഡിയസ് 4 ആയിരിക്കണം. ശരിയല്ലേ? അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ച് നോക്ക്. y is equal to x അല്ലേ. സോ x² പ്ലസ് y² is equal to 16 എൻ്റെ y is equal to x എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ x² പ്ലസ് x² is equal to 16 എന്ന് പറഞ്ഞൂടെ? അപ്പോൾ എനിക്ക് 2x² is equal to 16 അല്ലെങ്കിൽ x² is equal to 8 അല്ലെങ്കിൽ x is equal to 2√2 എന്ന് കിട്ടില്ലേ? സോ ഈ പോയിന്റ് ആക്ച്വലി എന്തായിരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ 2√2, 2√2 ആയിരിക്കും. കാരണം y is equal to x മേലെ കിടക്കുന്നത്. ഓക്കെയാണോ? അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ കോർണർ പോയിന്റുകൾ, നമുക്ക് വേണ്ട മെയിനായിട്ടുള്ള പോയിന്റുകൾ കിട്ടി. ഇനി നമുക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കാം. ഓക്കെയാണോ? ഇതിൽ എന്ത് നമുക്കിപ്പോൾ ചെയ്യാൻ ഇത്ര പറ്റാം? ഫെയർ എനഫ്? ഓക്കെ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എക്സ് വൈ എന്നുള്ള ഏത് രീതിയിൽ നിങ്ങൾ നോക്കിയാലും ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ഒരേപോലെയാണ്. നിങ്ങളിപ്പോൾ ഇങ്ങനെ നോക്കിയാലും, നിങ്ങൾ ഈ സാധനത്തിന് ഇവിടെ നിന്ന് നോക്കിയാലും, ഈ പെർസ്പെക്റ്റീവ് നോക്കിയാലും, ഈ പെർസ്പെക്റ്റീവ് നോക്കിയാലും ഈ ക്വസ്റ്റ്യൻ ഒരേപോലെയാണ്. സോ നേരത്തെ നമ്മൾ വൈയിൽ നോക്കി ക്വസ്റ്റ്യനെ എളുപ്പമാക്കിയില്ലേ? എക്സിൽ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ വൈയിൽ നോക്കിയപ്പോൾ എളുപ്പമായിരുന്നു. ആ പരിപാടി ഇവിടെ എന്ത് ചെയ്യില്ല, നടക്കാൻ പറ്റില്ല. സോ വി നീഡ് ടു തിങ്ക് അബൌട്ട് എ ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഓർ സംതിങ് ഡിഫറെൻറ്റ്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു
if you integrate it with respect to x or y, no change, difference ഇല്ല. So let's suppose we are going to integrate it with respect to x. x തന്നെ ചെയ്യാം, കോംപ്ലിക്കേറ്റഡ് ആക്കണില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഷെയ്ഡഡ് റീജിയൻ ആക്ച്വലി ഞാൻ പറയുന്നതല്ല അല്ലെന്ന് ജസ്റ്റ് നോക്കട്ടോ. ഈ സർക്കിളിൻ്റെ ഈ 2√2, വരെയുള്ള പോയിൻറ്റിൻ്റെ ഏരിയ, അതിൽ നിന്ന് ഞാൻ സ്ട്രെയിറ്റ് ലൈനിൻ്റെ 0 തൊട്ടിട്ട് ഈ 2√2 വരെയുള്ള 0 തൊട്ടിട്ട് 2√2 വരെയുള്ള ഈ ഏരിയനെ കുറച്ചാൽ, ഞാൻ എക്സിൻ്റെ മാത്രം പോയിന്റുകൾ നോക്കണം, എക്സിലല്ല ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ ലിമിറ്റുകൾ മതി. 0 തൊട്ടിട്ട് 2√2 വരെയുള്ളത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കുറച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നമ്മുടെ റിക്വയർഡ് ഏരിയ കിട്ടില്ലേ? ഓക്കെ ആണോ? ഡൗട്ടില്ല. സോ നമുക്ക് മനസ്സിലായി ബേസിക്കലി എന്താ നമ്മുടെ ലിമിറ്റിൻ്റെ കഥ മനസ്സിലായി. എന്താ നമ്മുടെ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 തൊട്ടിട്ട് 2√2 വരെ സർക്കിള് മൈനസ് 0 തൊട്ടിട്ട് 2√2 വരെ ലൈൻ. ഇത് ചെയ്താൽ മതി. നമ്മുടെ പകുതി പണി എന്തായി? എളുപ്പമായി. യു ജസ്റ്റ് നീഡ് ടു ഇൻ്റഗ്രേറ്റ്. അപ്പോൾ ലൈനിൻ്റെ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ ഭയങ്കര സുഖമാണ്. ഓക്കെ, ലൈനിൻ്റെ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ എന്ത് മതി? y = x എന്നല്ലേ പറഞ്ഞത്. സോ x dx, ദാറ്റ്സ് ഇറ്റ്, നോ പ്രോബ്ലം അറ്റ് ഓൾ. സർക്കിളിൻ്റെ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ജസ്റ്റ് ചേഞ്ച് ഒന്ന് വരുത്തേണ്ടി വരും. കാരണം നമുക്ക് ഡയറക്റ്റ്ലി x² + y² = 16 യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല? ബിക്കോസ് x² + y² = 16 എന്ന് പറയുന്നത് ഈ ഫുൾ എൻറ്റയർ സർക്കിളിൻ്റെ ഭാഗമാണ്. റൈറ്റ് ഓർ നോട്ട്? ഫുൾ സർക്കിളിൻ്റെ ഇക്വേഷനാണ് ഈ x² + y² = 16. നമുക്ക് വേണ്ടത് ഏതാ? നമുക്ക് വേണ്ടത് ഈ ഫസ്റ്റ് ക്വാഡ്രൻ്റിലുള്ള സർക്കിളിൻ്റെ ഭാഗം മാത്രമാണ്, അല്ലേ? ആ ഇക്വേഷനിൽ നമുക്ക് 0 തൊട്ടിട്ട് 2/2 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിതിനെ എങ്ങനെ കണ്ടുപിടിക്കും? സോ വാട്ട് ഡു വി നീഡ്? വി നീഡ് എ ഫംഗ്ഷൻ ഓഫ് x ദാറ്റ് ഡിസ്ക്രൈബ്സ് ദിസ് സർക്കിൾ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലത്തെ സർക്കിളിൻ്റെ ഇക്വേഷൻ വേണം എക്സിൽ. ഓക്കെ ആണോ? സോ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഡു x² + y² = 16. ശരി, അപ്പോൾ y² = 16 - x². y = ആക്ച്വലി ±√16 - x². ശരിയല്ലേ? അപ്പോൾ ഈ പ്ലസ് ഓർ മൈനസ് കൊണ്ട് എന്ത് ഉദ്ദേശിക്കണേ നമുക്ക് മനസ്സിലാക്കണം. പ്ലസ് ഓർ മൈനസ് കൊണ്ട് എന്ത് ഉദ്ദേശിക്കണേ? പ്ലസ് കൊണ്ട് ഉദ്ദേശിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ y+ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മുടെ y പോസിറ്റീവ് ആക്സിസിനെ പറ്റിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ സെമി സർക്കിളില്ലേ, നമ്മുടെ x ആക്സിസിന് മുകളിലുള്ള സെമി സർക്കിൾ, ഈ സെമി സർക്കിളിൻ്റെ ഇക്വേഷനാണ് +√16 - x². അതുപോലെ നെഗറ്റീവ് എടുക്കുകയാണെങ്കിലോ, നെഗറ്റീവ് എടുക്കുകയാണെങ്കിൽ ഈ മറ്റേ താഴെയുള്ള സെമി സർക്കിളിൽ ഇതിൻ്റെ ഇക്വേഷൻ ആയിരിക്കും y = 16 -√16 - x². കാരണം റൂട്ടിന് വില എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുമല്ലോ. സോ നെഗറ്റീവ് അടിക്കുമ്പോൾ നമുക്ക് y = എപ്പോഴും താഴെ ആയിരിക്കും കിട്ടുക. സോ നമുക്ക് വേണ്ട ഇക്വേഷൻ ഏതാ? നമുക്ക് വേണ്ട ഇക്വേഷൻ y = +√16 - x² എന്നാണ്. ആൻഡ് വി നീഡ് ടു ഇൻ്റഗ്രേറ്റ് ഇറ്റ്. നമ്മുടെ എല്ലാ ആവശ്യവും റിക്വയർമെൻറ്റും കഴിഞ്ഞില്ലേ? സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? √16 - x² വെറുതെ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി വിത്ത് റെസ്പെക്ട് ടു dx. ലിമിറ്റ് 0 to √2 വരെ. അതായത് 0 എന്ന് പറയുന്നത് ഇവിടെ അല്ലേ? അപ്പോൾ ഇവിടെ തൊട്ടിട്ട് നമുക്ക് ഈ ഫുള്ളുണ്ട്, സെമി സർക്കിൾ മൊത്തം നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ 0 തൊട്ടിട്ട് എന്ത് ചെയ്താൽ മതി? 2√2 വരെയുള്ള ഭാഗം മാത്രം എടുത്താൽ മതി. ഇവിടെ അല്ല, ഇവിടം വരെ 2√2 വരെയുള്ള ഭാഗം മാത്രം നമ്മൾ എടുത്താൽ മതി. പ്രശ്നം കഴിഞ്ഞില്ലേ? ഐ ഹോപ്പ് ദാറ്റ് മച്ച് ഇസ് ക്ലിയർ. സോ നൗ വി ഹാവ് കൺവേർട്ടഡ് ആർ ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻ ടു പ്രോബ്ലം ഓഫ് ഇൻ്റഗ്രേഷൻ. നോർമൽ ഇൻ്റഗ്രേഷൻ്റെ ഭാഗത്തേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സോ യു ഡു ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് യു ക്യാൻ ഫൈൻഡ് ദി റിക്വയർഡ് ആൻസർ. അപ്പോൾ എങ്ങനെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? സോ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും √(a² - x²) ആണ്. ഇൻ്റഗ്രൽ ഓഫ് a² - x² dxൻ്റെ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. സോ വാട്ട് ഇസ് ദ ഇൻ്റഗ്രേഷൻ ഫോർമുല? x/2 × √(a² - x² പ്ലസ് a²/2 sin ഇൻവേഴ്സ് x/a+c. ഞാൻ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യട്ടെ. എനിക്ക് ഫോർമുല അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഞാൻ പരീക്ഷ എഴുതാൻ പോകുന്നില്ല. നിങ്ങൾക്ക് അറിയണം കേട്ടോ. നമുക്കിവിടെ പ്ലസിൻ്റെ ആവശ്യമില്ല, കാരണം ഇവിടെ ഇതല്ലേ ഡെഫിനിറ്റ് ഇൻ്റഗ്രേഷൻ അല്ലേ. ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുന്നുണ്ട് ഫോർമുല. x/2 × √(a² - x² പ്ലസ് a²/2 sin ഇൻവേഴ്സ് x/. യെസ്. സോ ഇവിടെ a² സ്ഥാനത്ത് എന്തുവാ? 16. അങ്ങനെയാണെങ്കിൽ എൻ്റെ സ്ഥാനത്ത് എന്താ? 4. ഓക്കെ ആണോ? സോ വാട്ട് വിൽ ബി യുവർ ഇൻ്റഗ്രേഷൻ? ഇറ്റ് വിൽ ബി x/2 √16 - x² പ്ലസ് 16/2. 16/2 എന്തുവാ? 8 sin ഇൻവേഴ്സ് ഓഫ് x/a. And you now need to put the limits from 0 to 2√2.
ഓക്കെ ആണോ? സോ ആദ്യം നിങ്ങൾ 2√2 എന്ന് ഇടുക. 2√2 എന്ന് ഇടുമ്പോൾ √2 ഇൻറ്റു 16 മൈനസ് 2√2ൻ്റെ സ്ക്വയർ എന്തുവാ? 4 × 2 8 ആണ്. സോ √8 എന്ന് വരും. പ്ലസ് 8 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 2√2 എന്ന് പറയുമ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് എ അല്ല, അവിടെ 4 ആയിരിക്കും അല്ലേ? അവിടെ 4 എന്നങ്ങ് എഴുതിയാൽ മതി. 2√2 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ √2/2 അല്ലെങ്കിൽ 1/√2 എന്ന് വരും കേട്ടോ. 1/√2 എന്ന് വരും. സോ ഇതാണ് √2 ഇടുമ്പോൾ കിട്ടിയത്. ഇതിൽ സൈൻ ഇൻവേഴ്സ് 1/√2 എന്താ ആക്ച്വലി π/4 ആണേ. ദിസ് വിൽ ബി π/4. ഇനി മൈനസ് 0 ഇടുമ്പോൾ എന്താ കിട്ടുക? അപ്പോൾ ഇവിടെ 0 ഇടുമ്പോൾ x/2 0 ആയി. അപ്പോൾ മൊത്തം 0 ആയി. മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. ഇവിടെ സൈൻ ഇൻവേഴ്സ് 0 എന്താ 0. അപ്പോൾ ദിസ് വിൽ ബി എൻറ്റയർലി 0. അപ്പോൾ 0 ഇടുമ്പോൾ ഭയങ്കര സുഖമാണ്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നോക്കുന്നു. √2 ഇൻറ്റു ആക്ച്വലി √8 എന്ന് പറയുന്നത് 2√2 തന്നെയാണ്, ശരിയല്ലേ? പ്ലസ് 8 ഇൻറ്റു π/4 എന്ന് പറയുന്നത് 8π/4 ആണ് ഒബ്വിയസ്ലി. അതിൽ ഞാൻ ഈ 4നെ വെട്ടി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് വിൽ ബി 2. സോ ഇതെന്ത് വരും? 2√2 ഇൻറ്റു √2 എന്ന് പറയുമ്പോൾ 4 വരും, പ്ലസ് 2π എന്ന് വരും. ഇതിൽ ഡൗട്ടില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ ആണോ? സോ നമ്മുടെ ഫസ്റ്റ് ഇൻ്റഗ്രലിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട് 4 + 2π. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ലൈനിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം. ദിസ് വൺ. ഇത് ഭയങ്കര സുഖമാണ്. എന്താ? x² ഡിവൈഡഡ് ബൈ 2 ആൻഡ് യു നീഡ് ടു പുട്ട് ദ ഇൻ്റഗ്രൽ ഫ്രം 0 to 2√2. അതിൽ ലോവർ ലിമിറ്റ് 0 ഇട്ടുണ്ടെങ്കിൽ 0, അപ്പർ ലിമിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ 2√2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 8 എന്ന് കിട്ടും, /4 2 എന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 എന്ന് കിട്ടും. സോ ആദ്യത്തെ ഇൻ്റഗ്രൽ നമുക്ക് കിട്ടി 4 + 2π അല്ലേ? ഇതിൻ്റെ ഫസ്റ്റത്തെ മൈനസ് 4 എത്ര കിട്ടിയേ? 2π. ഇതല്ലേ നമ്മൾ ഉത്തരവും പറഞ്ഞേ. നമ്മുടെ ആൻസർ തന്നെയായിരുന്നില്ലേ? നമ്മൾ മറ്റേ കുതന്ത്രം മെത്തേഡ് വെച്ച് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയേ? 2π തന്നെയല്ലേ കിട്ടിയേ? അതന്നെയല്ലേ എവിടെയും കിട്ടുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. സോ ദിസ് ഇസ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കേണ്ട രീതിയിൽ ശ്രദ്ധിച്ചു പോകും. ഓക്കെ, വെരി ഈസി എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ലോജിക്കലി വെരി ഈസി ക്വസ്റ്റ്യൻ. നേരത്തെ പോലെ നമ്മൾ വൈയിൽ അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെയൊക്കെ ആയിരിക്കണം, അങ്ങനെ മറിച്ചും തിരിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. യു ജസ്റ്റ് നീഡ് ടു നോ അബൌട്ട് ദ ബേസിക് ഇക്വേഷൻസ്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ്സ് അബൌട്ട് ദ തേർഡ് ക്വസ്റ്റ്യൻ. മൂവിങ് ഓൺ ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ.